നമസ്കാരം. ജോർജ് ബെന്നാർഷയുടെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കോട്ടുണ്ട്. നെവർ റിസിൽ വിത്ത് പിഗ്സ്. യു ബോത്ത് ഗെറ്റ് ഡേർട്ടി ആൻഡ് ദ പിഗ് എൻജോയ്സ് ഇറ്റ്. അതുപോലെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമുക്കെതിരെ പല രീതിക്കുള്ള ആരോപണങ്ങളും പലരും ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. അത് മനസ്സിലാക്കി തന്നെയാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങി തിരിച്ചത്. പക്ഷേ നമുക്ക് ചില അവസരങ്ങളിൽ പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു സ്റ്റേജ് വരും. അങ്ങനെയുള്ള ഒരു പ്രതികരണമാണ് ഞാൻ ഇവിടെ നടത്താൻ പോകുന്നത്. കാരണം ഈ അടുത്ത കാലത്ത് വഖഫുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, പ്രശ്നങ്ങൾ ഒക്കെ പൊന്തി വന്നപ്പോൾ എനിക്കറിയില്ലായിരുന്നു എന്താണ് ഈ വഖഫ് ആക്ട് എന്നോ വഖഫ് ബോർഡ് എന്താണെന്നോ വഖഫ് എന്താണെന്നോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ആ വിഷയത്തിൽ ഒരു താല്പര്യം തോന്നുകയും അതിനെക്കുറിച്ചിട്ട് വളരെ ആധികാരികമായി, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, വളരെ ആധികാരികമായി പഠിക്കുകയും അത് എങ്ങനെയാണ് ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് കഴിഞ്ഞ 29 വർഷമായി നിലനിന്നതെന്നും ഒക്കെ മനസ്സിലാക്കിയപ്പോൾ നമ്മുടെ പൊതുസമൂഹം അത് അറിയണം എന്നുള്ള ഒറ്റ ഉദ്ദേശ്യത്തിലാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. പക്ഷേ എൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ തന്നെ ഈ വഖഫ് ആക്ടിൻ്റെ നിഗൂഢതകൾ ജനങ്ങൾ മനസ്സിലാക്കാൻ പാടില്ല എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടി എന്നെ അപഹസിക്കാനും അപമാനിക്കാനും ഒക്കെ ആയിട്ട് പലരും ഇറങ്ങിത്തിരിച്ചു. ആരംഭത്തിലെ നുള്ളിക്കളയുക, നിപ്പിംഗ് ഇൻ ദ ബഡ്, അതായിരുന്നു അവരുടെ ലക്ഷ്യം. അങ്ങനെ രംഗത്ത് വന്ന ഒരു വ്യക്തിയാണ് വാഴക്കുല അനിൽ മുഹമ്മദ്. വാഴക്കുല എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഡോക്ടർ. അദ്ദേഹത്തിന് ഏതോ ഒരു വാഴക്കുല ഡോക്ടർ ഉണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത്. എന്നിരുന്നാലും ഞാൻ എൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയും മുനമ്പത്തിൻ്റെ വിഷയത്തിൽ ഇതുവരെ നമ്മൾ കേട്ടത് 1920 ഒരു രാജാവ് ആർക്കോ പാട്ടത്തിന് കൊടുത്തു, അദ്ദേഹം 1948 മറ്റാർക്കോ കൊടുത്തു, അത് അദ്ദേഹം 1950 വഖഫ് ഉണ്ടാക്കിയെന്ന് കുറേ പേര് പറയുന്നു, ഇഷ്ടധനമായിരുന്നു എന്ന് കുറേ പേര് പറയുന്നു, വിലയാധാരമാണെന്ന് മറ്റു ചിലർ പറയുന്നു. അങ്ങനെയൊക്കെ ആകെപ്പാടെ കൺഫ്യൂഷനാണ്. അതവിടെ നിൽക്കട്ടെ. എന്നിരുന്നാലും ഇതുവരെ വെളിച്ചത്ത് വന്നിരുന്ന 1950 പിൻപോട്ട് ഇതുവരെ ആരും പോയിരുന്നില്ല. ഞാനാണ് അങ്ങനെ പോയ ആദ്യ വ്യക്തി. ഈ ലോകത്തിലെ തന്നെ മുനമ്പത്തിൻ്റെ 1950 മുൻപുള്ള കഥ എന്താണെന്ന് അറിയാൻ ശ്രമിച്ച ഏക വ്യക്തി ഞാനാണ്. അങ്ങനെ ഇപ്പോൾ ഞാൻ ചെന്ന് നിൽക്കുന്നത് 1923 പക്ഷേ 1947 50 ഇടയ്ക്കുള്ള ചരിത്രത്തിൽ ഞാൻ കണ്ടെത്തിയത് കേരള വഖഫ് ബോർഡിൻ്റെ മുനമ്പം ഒരു വഖഫാണെന്ന അവകാശവാദത്തിൻ്റെ, ശ്രദ്ധിക്കുക, വഖഫിൻ്റെയോ വഖഫ് ബോർഡിൻ്റെയോ വഖഫ് ആക്ടിൻ്റെയോ അല്ല, വഖഫ് എന്ന അവകാശവാദത്തിൻ്റെ അടിവേര് പൊഴുതെറിയുന്ന ഒരു കണ്ടുപിടുത്തം ഞാൻ നടത്തുകയും ചെയ്തു. അത് ഞാൻ ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് പറയുന്നതാണ്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ മുഴുവനായും കേൾക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്നത് ഈ വഖഫ് ബോർഡ്, വഖഫ് ആക്ട് അതെല്ലാം ഒന്നാണെന്നുള്ള ഒരു ധാരണയിലാണ്. അതല്ല, വഖഫ് വേറെയാണ്, വഖഫ് ബോർഡ് വേറെയാണ്, വഖഫ് ആക്ട് വേറെയാണ്. എനിക്ക് വഖഫിനെ കുറിച്ച് വളരെ ബഹുമാനമാണുള്ളത്. ഞാൻ അതിനൊരിക്കലും എതിരല്ല. പക്ഷേ ഞാൻ വഖഫ് ആക്ടിനെതിരാണ്. അത് 100% ഭരണഘടനാ വിരുദ്ധമായ ഒരു ആക്റ്റാണ്. അപ്പോൾ എൻ്റെ വഖഫിനെ കുറിച്ചിട്ട് ഞാൻ പബ്ലിക്കിൽ, സോഷ്യൽ മീഡിയയിൽ, ജനം TV പറഞ്ഞ കാര്യം എന്താണെന്ന് ഒന്ന് ശ്രദ്ധിക്കും. വഖഫ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തൊഴുകയോടെ കേൾക്കേണ്ട ഒരു വാക്കാണ്. നമ്മുടെ കൊല്ലത്തെ ചവറയിലെ KMML എന്ന് പറയുന്ന ഒരു പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ഉണ്ട്. അതിലെ ഡെപ്യൂട്ടി മാനേജർ എന്ന് പറയപ്പെടുന്ന, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, ഒരു ഡോക്ടർ അനിൽ മുഹമ്മദ്, അദ്ദേഹം വളരെ നിഷ്ഠൂരമായിട്ടും നികൃഷ്ടമായിട്ടും ഒരുവിധ ദാക്ഷിണ്യവും ഇല്ലാതെ എന്നെ ഈ സോഷ്യൽ മീഡിയയിൽ അപഹസിക്കുകയുണ്ടായി. ഞാനൊരു എക്സ് എയർഫോഴ്സുകാരനാണ്, റിട്ടയേർഡ് അണ്ടർ സെക്രട്ടറിയാണ്. അപ്പോൾ
ഞാൻ എൻ്റെ മാന്യത കാത്തു സൂക്ഷിക്കാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ അതേ നാണയത്തിൽ എനിക്ക് മറുപടി പറയാൻ കഴിയും എങ്കിലും, ഒരുപക്ഷെ അതിനേക്കാളും കൂടുതൽ കടുത്ത ഭാഷയിൽ പറയാൻ കഴിയും എങ്കിലും, ഞാൻ അത്തരത്തിലുള്ള യാതൊരുവിധ പദപ്രയോഗവും ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാലും ഞാൻ അദ്ദേഹത്തെ വാഴക്കുല എന്ന് വിളിക്കാൻ ഒരു പ്രത്യേക കാരണമാണ്. അദ്ദേഹത്തിന്റെ പല വീഡിയോകളിൽ ഞാൻ കയറി നോക്കിയപ്പോൾ അദ്ദേഹത്തിന് വിദ്വേഷം എന്ന് എങ്ങനെ എഴുതണം എന്ന് അറിയില്ല എന്ന് എനിക്ക് മനസ്സിലായി. എനിക്കെതിരെ അത് എഴുതിയപ്പോഴും അത് കറക്റ്റല്ല. മറ്റ് പല വീഡിയോകളിലും അടിയിൽ തംബ്നെയിലായിട്ടും ക്യാപ്ഷനായിട്ടും ഒക്കെ വിദ്വേഷം എന്ന വാക്ക് എഴുതിയിരിക്കുന്നത് ഒരുപോലെ ആയിരുന്നുവെങ്കിലും കുഴപ്പമില്ലായിരുന്നു. ഇത് പലയിടത്തും പല രീതിയിലാണ്. ഒരിടത്ത് പോലും അത് കറക്റ്റായിട്ട് എഴുതിയതായും ഞാൻ കണ്ടില്ല. ഇങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഡോക്ടറേറ്റ് കിട്ടുന്നത് എന്ന് അറിയുമ്പോൾ സത്യത്തിൽ സങ്കടം തോന്നുന്നു. എന്ത് ചെയ്യാം, കലികാലം എന്നല്ലേ പറയാൻ പറ്റൂ. അടുത്തതായി അദ്ദേഹത്തിൻ്റെ സെപ്റ്റംബർ മാസത്തെ വീഡിയോയിലെ എന്നെക്കുറിച്ച് പരാമർശിക്കുന്ന ചെറിയ ചില ക്ലിപ്പുകൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോവുകയാണ്. ഈ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് സ്റ്റാൻലി ദേവൻ എന്ന് പറയുന്ന ഒരു കൃസംഗി എന്ന് പറയുന്നത് അവരെ കൂടി അപമാനിക്കുന്നതിന് തുല്യമായിരിക്കും. നിയമവിദഗ്ധനെന്ന് സ്വയം അഭിമാനിക്കുന്ന ഒരാൾ ഈ എയർഫോഴ്സിലും അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റിലുമൊക്കെ ദീർഘകാലം ജോലി ചെയ്ത ഒരാൾ ഞെട്ടിത്തരിച്ച് കോരിത്തരിച്ച് ചില വാർത്തകൾ കേട്ട് ജനങ്ങളെ ഉണർത്തുന്നു എന്ന് പറഞ്ഞ് തികച്ചും തെറ്റായി, അബദ്ധമായി, കളവായി ഈ നിയമത്തിൻ്റെ ABCD അറിയാത്ത ഒരാളിനെ പോലെ, നല്ല ബോധത്തോടെയാണോ അത് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. കാരണം ഒരുപാട് ആളുകളുടെ മനസ്സിൽ ഇയാൾ എയർഫോഴ്സും അതുപോലെ സെക്രട്ടേറിയറ്റും നിയമവിദഗ്ധനുമൊക്കെ ചമഞ്ഞ് പറഞ്ഞ സംഗതി ആളുകളുടെ മനസ്സിൽ ചിലപ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കും. ഈ അണ്ടർ സെക്രട്ടറിയായ അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് ബന്ധപ്പെട്ടാൽ കൊള്ളാം. കാരണം ഇങ്ങനെയാണ് കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു അണ്ടർ സെക്രട്ടറിയുടെ ധാരണയെങ്കിൽ ഈ ഭരണസിരാകേന്ദ്രവും ഭരണ സംവിധാനവും എങ്ങനെ ചലിക്കും എന്നുള്ളത് വലിയ കൗതുകവും വിചിത്രവുമായി തോന്നുന്നു. പലപ്പോഴും ഈ സെക്രട്ടേറിയറ്റിൽ ഫയൽ പ്രോസസ്സ് ചെയ്യുമ്പോൾ കുറച്ച് ആളുതാമസമുള്ള കഴിവുള്ള ഉദ്യോഗസ്ഥർ പറയാറുണ്ട്, യാതൊരു 10 പൈസയുടെയും വിവരമില്ലാത്ത ചിലർ വന്ന് ചില കസേരയിൽ ഇരിപ്പുണ്ട്, അവരൊക്കെ എഴുതി പിടിപ്പിക്കുന്നത് കണ്ടാൽ ഛർദ്ദിച്ചു പോകും എന്ന് പറഞ്ഞത് ഈ മഹാനവറുകളെക്കുറിച്ചാണോ ആവോ? എന്തായാലും അറിയില്ല. കേട്ടല്ലോ. എനിക്ക് ഈ വാഴക്കുലയോട് എന്നെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ പേര് സ്റ്റാലിൻ എന്നാണ്. സ്റ്റാലിൻ VM. സ്റ്റാലിൻ വാസുദേവൻ പിള്ളൈ മാധവി അമ്മ. ഈ സ്റ്റാലിൻ എന്ന് കേട്ടതോടെ അതിൻ്റെ പ്രൊനൗൺസിയേഷൻ പോലും മനസ്സിലാക്കാതെ സ്റ്റാൻലി ആണെന്നും ഞാനൊരു ക്രിസ്ത്യാനിയാണെന്നും കരുതിയിട്ട് എനിക്ക് അദ്ദേഹം ചാർത്തി തരുന്നതാണ് ക്രിസംഗി എന്ന് പറഞ്ഞാൽ പോലും അവർക്ക് ഒരു നാണക്കേട് വരും. അത്ര വിവരദോഷിയായ ഒരു കക്ഷിയാണ് ഞാനെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. എന്തായാലും ഞാനതിന് വളരെ വലിയ ഒരു നന്ദി അദ്ദേഹത്തിന് രേഖപ്പെടുത്തുകയാണ്. സ്റ്റാലിൻ എന്ന് പറയുന്നത് ഒരു റഷ്യൻ വാക്കാണ്. മാൻ ഓഫ് സ്റ്റീൽ എന്നാണ് അതിൻ്റെ അർത്ഥം. ജോസഫ് വിസാറിയോനോവിച്ച് ഷുഗാസ്വില്ലിക്ക് റഷ്യൻ ജനത നൽകിയ ഒരു ടൈറ്റിലാണ് സ്റ്റാലിൻ. അല്ലാതെ അത് അദ്ദേഹത്തിൻ്റെ പേരല്ല. നമ്മുടെ ഹിന്ദിയിൽ സർദാർ എന്ന് പറയുന്നത് പോലെ സർദാർ വല്ലഭായ് പട്ടേൽ അതൊരു ടൈറ്റിലാണ്, അല്ലാതെ അദ്ദേഹത്തിൻ്റെ അച്ഛനമ്മമാർ അദ്ദേഹത്തിൻ്റെ പേരല്ല സർദാർ എന്നുള്ളത്. ഉരുക്കു മനുഷ്യൻ എന്ന് അർത്ഥം വരുന്ന, മലയാളത്തിൽ അർത്ഥം വരുന്ന ഒരു വാക്കാണ് ഈ സ്റ്റാലിൻ എന്ന് പറയുന്നത്. പക്ഷേ ഈ വാഴക്കുലയ്ക്ക് അതുപോലും അറിയില്ല എന്നുള്ളതാണ് സത്യം. പ്രിയപ്പെട്ട വാഴക്കുല, താങ്കൾ KMMLന്റെ ഒരു ഡെപ്യൂട്ടി മാനേജർ ആണെന്നല്ലേ അവകാശം? വെരി ഗുഡ്. പക്ഷേ താങ്കൾ അറിയേണ്ട ഒരു കാര്യം, 2005 നടന്ന PSC നടത്തിയ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയിൽ ഒരുപക്ഷെ താങ്കളും ആ പരീക്ഷയിൽ പങ്കെടുത്തുക. 1ാം റാങ്കോട് കൂടി പാസ്സായ ആളാണ് ഞാൻ. കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു എക്സ് സർവീസ്മാൻ ഈ പരീക്ഷ എഴുതി പാസ്സായി സെക്രട്ടേറിയറ്റിൽ ജോയിൻ ചെയ്തത് ആദ്യമായിട്ടാണ്. ഞാനായിരുന്നു ആദ്യത്തെ എക്സ് സർവീസ്മാൻ അണ്ടർ സെക്രട്ടറി. ഞാനാണ് ഇപ്പോഴും ആദ്യത്തെ എക്സ് സർവീസ്മാൻ റിട്ടയേർഡ്
അണ്ടർ സെക്രട്ടറി. എനിക്ക് ശേഷം പല വ്യക്തികളും ഡിഫൻസിൽ നിന്നും പെൻഷനായതിനു ശേഷം സെക്രട്ടേറിയറ്റിൽ വന്ന് ജോയിൻ ചെയ്തു. അവരൊക്കെ ആദ്യം എന്നെ കാണുന്നത്, എന്നിട്ട് പറയും, സാറേ, സാറാണ് ഞങ്ങളുടെ ഇൻസ്പിറേഷൻ, നമ്മളിതുവരെ വിചാരിച്ചിരുന്നത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് കരുതിയിരിക്കുമ്പോഴാണ് സാറ് ഞങ്ങൾക്ക് ഒരു മാർഗം തെളിച്ചു തന്നത് എന്ന്. ആ ഒരു ഹിസ്റ്ററി അവിടെ എന്നേക്കുമായിട്ട് നില. അവിടെ അസിസ്റ്റൻ്റായിട്ട് പ്രവേശിക്കുന്നതിന് മുമ്പ് ഞാൻ അവിടെ ഒരു സെക്യൂരിറ്റി ഗാർഡായിരുന്നു. അതിലും എനിക്ക് PSCക്ക് 2ാം റാങ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ കേരള സെക്രട്ടേറിയറ്റിൻ്റെ വാതിൽക്കൽ ഗാർഡായിട്ട് നിന്നിട്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ ആദ്യത്തെയും അവസാനത്തെയും വ്യക്തി ഞാനായിരിക്കും. കാരണം ഇനി ഒരാൾക്ക് അങ്ങനെ കിട്ടണം എന്നുണ്ടെങ്കിൽ ആദ്യം PSC സെക്രട്ടേറിയറ്റ് സെക്യൂരിറ്റി ഗാർഡിൻ്റെ പരീക്ഷ നടത്തണം, അതിൽ കയറണം, സെക്യൂരിറ്റി ആയിട്ട് സെക്രട്ടേറിയറ്റിൽ നിൽക്കണം. അതിന് ശേഷം ആ സമയത്ത് തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ നടക്കണം, അതും എഴുതി അതിൽ 1ാം റാങ്ക് വാങ്ങിക്കുക എന്നുള്ളത് ഇനി സെക്രട്ടേറിയറ്റിൻ്റെ ചരിത്രത്തിൽ അസംഭവ്യമായ ഒരു കാര്യം. പിന്നെ താങ്കൾ എൻ്റെ കഴിവുകളെ കുറിച്ചിട്ട് ഒരുപാട് വിമർശിക്കുന്നത് കേട്ടു. ഞാൻ കുശിനിക്കാരനാണ്, എയർഫോഴ്സിൽ അതാണ് ഇതാണ് എന്തൊക്കെ ആയിക്കോട്ടെ, താങ്കൾ എന്നെ പറ്റി എന്ത് വിചാരിച്ചാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല, അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല. പക്ഷെ താങ്കൾ ഒരു അഭ്യർത്ഥന നടത്തി, സെക്രട്ടേറിയറ്റിലെ എൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ താങ്കളെ ബന്ധപ്പെടണം എന്ന് പറഞ്ഞല്ലോ. ഞാനായിട്ട് കള്ളം പറയുന്നില്ല, ഞാൻ കുറച്ച് പേരുകൾ പറയാം. ഒന്ന്, ആലപ്പുഴ ജില്ലാ കളക്ടറായിരുന്ന അലക്സാണ്ടർ IAS. 2, രജിസ്ട്രേഷൻ IG ആയിരുന്ന ഇമ്പശേഖർ IAS, അദ്ദേഹം ഇപ്പോൾ കാസർഗോഡ് ജില്ലാ കളക്ടറാണ്. 3, ഇപ്പോൾ ലാൻഡ് റവന്യൂ കമ്മീഷണറേറ്റിൽ ഉള്ള ഗീത മാഡം IAS, അവരാണ് ഇപ്പോൾ നബീൻ ബാബു കേസിലെ ഒരു റിപ്പോർട്ടൊക്കെ തയ്യാറാക്കിയ മാഡമാണ്. ഇവരെ 3 പേരെയും താങ്കൾക്ക് ബന്ധപ്പെടാവുന്നതും എൻ്റെ കഴിവുകേടോ എന്തായാലും അതെന്താണെന്ന് അറിയാനും സാധിക്കുന്നതാണ്. പിന്നെ ഞാൻ എഴുതുന്ന ഫയലുകൾ കണ്ടാൽ ആൾക്കാർ ശബ്ദിച്ചു പോകും എന്ന് താങ്കൾ പറഞ്ഞല്ലോ. ഇല്ല, കാരണം അങ്ങനെ ഛർദ്ദിക്കുമായിരുന്നു എങ്കിൽ കേരള അസംബ്ലിയിലെ 140 MLA-മാരും ഇൻക്ലൂഡിംഗ് ദ സ്പീക്കർ ഛർദ്ദിക്കണമായിരുന്നു. എന്തെന്നാൽ ബഹുമാനപ്പെട്ട സഖാവ് VS അച്യുതാനന്ദൻ്റെ മകൻ VA അരുൺകുമാറിന് എതിരെ IHRD-യിൽ അദ്ദേഹത്തിൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ട് ഫിനാൻസ് ഇൻസ്പെക്ഷൻ വിങ് ഒരു പരിശോധന നടത്തുന്നുണ്ട്. അത് ഞാൻ അസിസ്റ്റൻ്റായിരുന്നു. തിരിച്ചു വന്ന് ആ റിപ്പോർട്ട് എഴുതിയത് ഞാൻ മാത്രമാണ്. എൻ്റെ സീനിയർ ഓഫീസർമാർ എനിക്ക് 100% പെർമിഷൻ തന്നു എഴുതിക്കൊള്ളാൻ. അന്ന് എന്നോടൊപ്പം ഉണ്ടായിരുന്നത് അഡീഷണൽ സെക്രട്ടറി ശിവരാമൻ സാറാണ്. അദ്ദേഹത്തിൻ്റെ മകൻ ഇപ്പോൾ ഒരു കേണലാണ് ഇന്ത്യൻ ആർമിയിൽ. തൊട്ട് താഴെ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നത് പോറ്റി സാർ. പോറ്റി സാറിൻ്റെ 2 മക്കളും ഇപ്പോൾ സിവിൽ സർവൻസ് ആണ്. 3-മതായിട്ട് അന്നെൻ്റെ സെക്ഷൻ ഓഫീസർ ആയിരുന്നത് നെൽസൺ സാർ. അദ്ദേഹം ഇപ്പോൾ അഡീഷണൽ സെക്രട്ടറി ആയിട്ട് സെക്രട്ടേറിയറ്റിനുള്ളിൽ PU സെക്ഷനിൽ തന്നെ ഉണ്ട്. താങ്കൾക്ക് അവരെ ബന്ധപ്പെട്ടിട്ടും എൻ്റെ കഴിവിനെയും കഴിവുകേടിനെയും കുറിച്ചിട്ട് അന്വേഷിക്കാവുന്നതാണ്. കൂടാതെ വേണമെങ്കിലും ഒന്ന് സെക്രട്ടേറിയറ്റ് സന്ദർശിക്കുക, ഫിനാൻസിലൊക്കെ പോവുക, എന്നെ പറ്റി അറിയാമെങ്കിൽ ഞാൻ എന്തായിരുന്നു, എങ്ങനെയായിരുന്നു എന്നൊക്കെ ഒന്ന് തിരക്കാം. പിന്നെ ഇതൊന്നും സാധിച്ചില്ലെങ്കിൽ താങ്കൾക്ക് ഒരു എളുപ്പ വഴിയുണ്ട്. ഒരു 3 വർഷക്കാലത്തോളം നിങ്ങളുടെ KMML-ന്റെ ധനകാര്യ വിഷയങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന സെക്ഷൻ ഓഫീസറാണ് ഞാൻ. PUD-യിലായിരുന്നു. അന്ന് നിരന്തരം വന്നുകൊണ്ടിരുന്ന നിങ്ങളുടെ ലൈസൻസിങ് ഓഫീസറുണ്ട്, ഷാജഹാനായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. പിന്നെ താങ്കളുടെ MD-യും ഒക്കെ വന്നിട്ടുണ്ട്. അവരാരെങ്കിലും എൻ്റെ ഫയൽ കണ്ടിട്ട് ഛർദ്ദിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് താങ്കൾ തീർച്ചയായിട്ടും അന്വേഷിക്കും എന്ന് ഞാൻ കരുതുന്നു. പക്ഷെ എനിക്ക് പറയാൻ പറ്റും, അവരൊക്കെ നല്ല നിറഞ്ഞ വയറോടെ നല്ലൊരു സദ്യ ഉണ്ടിട്ടായിരിക്കും എൻ്റെ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയിട്ടുള്ളത്. കാരണം എൻ്റെ പ്രവർത്തനം ആ രീതിക്കായിരുന്നു. ഒരാൾ എൻ്റെ ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ അയാളുടെ ദാസനായിട്ട് നിന്ന് മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ. കാരണം ഇതൊക്കെ കേൾക്കുന്നത് സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരും കേൾക്കും.
അവർക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റും. എന്ത് അങ്ങനെ ഒരു കള്ളമാണ് പറയണമെങ്കിൽ അവർക്കറിയാൻ പറ്റും. ഒരു കള്ളം പറയാൻ പറ്റത്തില്ല. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയെങ്കിലും താങ്കൾക്ക് ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഈ വീഡിയോ നിലവിലുള്ള വഖഫ് ബോർഡ് ചെയർമാൻ കണ്ടു കാണൂല്ലേ, അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ, കേരള PSC ചെയർമാൻ. അദ്ദേഹത്തിന് ഞാൻ പേഴ്സണലായി ഇത് അയച്ചു കൊടുത്തു. ഒരു മറുപടി പ്രതീക്ഷിച്ചു. അവരാരും മിണ്ടിയില്ല. ഇതിൽ നമ്മളുടെ വാഴക്കുലയുടെ പരിദേവനം കേട്ടല്ലോ. അദ്ദേഹം എൻ്റെ വീഡിയോ ഇപ്പോഴത്തെ വഖഫ് ചെയർമാൻ ആയ അഡ്വക്കേറ്റ് AK സക്കീറിന് അയച്ചു കൊടുത്തു എന്നും അദ്ദേഹം അതിന് മറുപടി ഒന്നും കൊടുത്തില്ല എന്നുമാണ് ഈ മണ്ടൻ കരയുന്നത്. മണ്ടനായ താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കും. അദ്ദേഹം ഒരു അഡ്വക്കേറ്റാണ്, വഖഫ് ബോർഡിൻ്റെ ചെയർമാനുമാണ്. തീർച്ചയായിട്ടും അദ്ദേഹം വഖഫായിട്ട് എന്താണെന്ന് പഠിച്ചു കാണും. അദ്ദേഹത്തിന് ഇന്ത്യൻ ഭരണഘടന എന്താണെന്ന് അറിയാം. പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോൾ ഇരിക്കുന്ന സ്ഥാനം കണക്കിലെടുക്കുമ്പോൾ ആത്മാർത്ഥമായിട്ട് ഒരു മറുപടി താങ്കൾക്ക് തരാൻ കഴിയില്ല, സമൂഹത്തിലും തരാൻ കഴിയില്ല. അത് കൊണ്ടാണ്, അത്രയ്ക്ക് വിവരമുള്ളത് കൊണ്ടാണ് താങ്കളുടെ ഈ ബുദ്ധിയില്ലാത്ത പ്രവർത്തനത്തിന് അദ്ദേഹം മറുപടി പറയാത്തത്. അദ്ദേഹവും ഞാൻ നേരത്തെ പറഞ്ഞ ബർനാഡ് ഷായുടെ കോട്ട് ഓർമ്മിച്ച് കാണും. അതുകൊണ്ടായിരിക്കാം താങ്കൾക്ക് മറുപടി തരാതിരുന്നത്. അപ്പോഴാണ് ഈ കള്ളം പറയുന്നത്. വില്ലേജ് ഓഫീസിൽ നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ വസ്തു വഖഫ് ഏറ്റെടുത്തിരിക്കുന്നതായി അറിയിക്കുമെന്ന് പറയുന്നത്. ഇയാളെ യഥാർത്ഥത്തിൽ ഈ വഞ്ചന പറയുന്ന ഈ ചതിയൻ, പിന്നെ ഇവനൊക്കെ ആ ഗണത്തിൽ പെടുന്നതാണ്. അതിൽ തർക്കമൊന്നുമില്ല. ചരിത്രവും സംസ്കാരവും ഒക്കെ അങ്ങനെ ഉള്ളവന് ഇങ്ങനെ എന്ത് പുലഭ്യവും പറയാം. അടുത്തതായിട്ട് എൻ്റെ സംസ്കാരത്തെയാണ് ഈ സംസ്കാര ശൂന്യൻ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് ഒന്ന് കടന്നുപോവുകയുണ്ടായി. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് നാട്ടിലുള്ള സ്ത്രീകളുടെ ബ്ലൗസിൻ്റെ അളവെടുക്കുന്നതിൽ വളരെ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹമെന്നാണ്. ഒരുപക്ഷെ അതിലായിരിക്കും, ആ വിഷയത്തിലായിരിക്കും അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ പൊന്നു വാഴക്കുലേ, ആദ്യം ഈ സംസ്കാരം എന്താണെന്ന് പഠിക്കൂ. അമ്മയെയും പെങ്ങളെയൊക്കെ തിരിച്ചറിയാൻ പഠിക്കും. അതിനുശേഷം വന്നിട്ട് നാട്ടുകാരെ സംസ്കാരം പഠിപ്പിക്കാൻ ശ്രമിക്കും. അല്ലാതെ ഈ സംസ്കാര ശൂന്യത്വവും കൊണ്ടു നടന്നിട്ട് തലയിൽ വച്ചിട്ട് പേരിനൊരു വാഴക്കുല ഡോക്ടറേറ്റ് പിടിച്ചിട്ട് ആൾക്കാരെ സംസ്കാരവും ചരിത്രവും ഒന്നും പഠിപ്പിക്കാൻ വരരുതേ. എന്നെ സംസ്കാരം പഠിപ്പിക്കാൻ താങ്കൾ 1000 ജന്മം ജനിക്കേണ്ടി വരും, ഒരു സംശയവും. കള്ളൻ, പച്ചക്കള്ളൻ, വെറും കള്ളൻ. ഇവൻ്റെയൊക്കെ നാവ് പുഴുത്തി ചത്തുപോത്തേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ, ഇങ്ങനെ കള്ളം പറഞ്ഞാൽ ഇവനൊക്കെ ഏത് മതത്തിലെങ്കിലും വിശ്വസിക്കട്ടെ. ഇങ്ങനെ പറയാൻ പാടുണ്ടോ? അദ്ദേഹം പറഞ്ഞത് കേട്ടല്ലോ, ഞാൻ മഹാകള്ളനാണ്. അദ്ദേഹം ഹരിശ്ചന്ദ്രൻ്റെ കുടുംബത്തിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഇറങ്ങി വന്ന ആളുവാണെന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. അപ്പോൾ ഞാൻ മരണത്തിന് മുമ്പ് എൻ്റെ നാക്ക് പുഴുത്ത് മരിക്കും എന്നാണ് അദ്ദേഹത്തിൻ്റെ സങ്കടം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്ന് വേണമെങ്കിലും പറയാം. പക്ഷേ വാഴക്കുല ഓർമ്മിക്കേണ്ട ഒരു കാര്യം, ഞാൻ മരിക്കും, താങ്കളും മരിക്കും, ഒരു സംശയവും വേണ്ട. ഒരുപക്ഷെ ദൈവഹിതം അതാണെങ്കിൽ എൻ്റെ നാക്ക് പുഴുക്കാതെയും ഞാൻ മരിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഒരുപക്ഷെ എൻ്റെ സഹായം കിട്ടിയിട്ടുള്ള ആൾക്കാരുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് മിക്കവാറും എൻ്റെ നാക്ക് പുഴുക്കുന്ന യാതൊരു ലക്ഷണവും ഞാൻ കാണുന്നില്ല. പക്ഷേ താങ്കളുടെ കേസിലോ, മരിച്ചതിന് ശേഷമായാൽ പോലും താങ്കളുടെ നാക്ക് 100%, ഐ റിപ്പീറ്റ്, 100% പുഴുത്തിരിക്കുമോ? അതെങ്കിലും ഒന്ന് മനസ്സിലാക്കിയിട്ടല്ലേ ഇങ്ങനെയുള്ള ശാപവാക്കുകൾ. ഒന്നുമെങ്കിലും ഞാൻ താങ്കളെ ഒരു മുതിർന്ന ഒരു വ്യക്തിയല്ലേ, ആ ഒരു പരിഗണനയൊക്കെ എല്ലാവർക്കും കൊടുക്കണമെന്ന് മാതാപിതാക്കൾ ഒരുപക്ഷെ താങ്കൾക്ക് പഠിപ്പിച്ചു തന്നു കാണില്ല. അതുകൊണ്ട് ഞാൻ താങ്കളെ കുറ്റം പറയുന്നുമില്ല. ഇനി നമുക്ക് യഥാർത്ഥ വിഷയത്തിലേക്ക് വരാം. അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ ഒരു നിയമം പറയുന്നുണ്ട്. അത് മുനമ്പത്തെ സംബന്ധിച്ച വിഷയത്തിൽ വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു നിയമമാണ്. പക്ഷെ അത് ഞാൻ 100% ശരിയാണ് അദ്ദേഹത്തിൻ്റെ വാദം എന്ന് ഞാൻ പറയുന്നില്ല. 50% അത് സത്യമായ ഒരു കാര്യമാണ്. അതൊന്ന് കേൾക്കുക. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഈ നിയമവശത്തെക്കുറിച്ചുള്ള പ്രസംഗത്തിന് മുനമ്പം വിഷയവുമായി എന്താണ് ബന്ധം, അതെങ്ങനെയാണ് ബാധിക്കുന്നത്, അത് എങ്ങനെയാണ് മുനമ്പത്തിൻ്റെ ചരിത്രം എഴുതാൻ പോകുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഈ ചെറായിലെ വസ്തു ഈ പറഞ്ഞ വഖഫാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആര് വിറ്റു? ഈ പറയുന്ന
പിന്നെ ഫറൂഖ് കോളേജ് വിറ്റു. ഫറൂഖ് കോളേജിന് വിൽക്കാൻ അവകാശമില്ല. നമ്മളിപ്പോൾ സാധാരണ വസ്തു വാങ്ങിക്കുമ്പോൾ, ഉദാഹരണം പറയട്ടെ, നമ്മൾ ഏതെങ്കിലും ഒരു വസ്തു ആരുടെ കയ്യിൽ നിന്നെങ്കിലും വാങ്ങുമ്പോൾ അതൊരു അനാഥ കുട്ടിയുടെ അഥവാ മൈനറിൻ്റെ അവകാശം അതിലുണ്ടെന്നിരിക്കട്ടെ, അത് നമുക്ക് എഴുതി തന്ന് നമ്മളത് സ്വീകരിച്ചാൽ ആ ആധാരം നിലനിൽക്കുമോ? നമ്മൾ വാങ്ങിച്ചതാണ്, വില കൊടുത്തതാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ മൈനറിൻ്റെ അവകാശം അതിലുണ്ടെങ്കിൽ എന്തു ചെയ്യും? ആ ആധാരം കോടതി റദ്ദ് ചെയ്യും. അത് നിയമപരമായി തെറ്റാണ്. അതിനാണ് വാങ്ങുന്ന ആൾ എന്തു ചെയ്യണം? ഇതിൻ്റെ മുൻപിൻ ആധാരങ്ങൾ, ബാധ്യത, പ്രമാണം ഇതെല്ലാം പരിശോധിച്ച് വേണം ചെയ്യാൻ. ഇനി ഞാൻ നിങ്ങളെ 1945 മുനമ്പത്തിൻ്റെ ചരിത്രത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അന്നൊരു പക്ഷേ നമ്മളിൽ മിക്കവാറും ആരുടെയും അപ്പൂപ്പന്മാർ പോലും, എങ്കിലൂടെയും നമ്മുടെ വാഴക്കൊല്ല ഡോക്ടർ, അദ്ദേഹത്തിൻ്റെ പോലും അപ്പൂപ്പൻ ജനിച്ചു കാണാൻ ഒരുപക്ഷെ സാധ്യത ഇല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ 1945 നമ്മുടെ കഥ ആരംഭിക്കുകയാണ്. കഥ എന്നല്ല, റിയൽ ഹിസ്റ്ററി. അതായത് ഒരു മൂസ എന്ന് പറയുന്ന ഒരു സേട്ടു തൻ്റെ ഉദ്ദേശം 25-ാമത്തെ വയസ്സിൽ മരണപ്പെടുകയാണ്. മേടമാസം 6-ാം തീയതി മരണപ്പെടുന്നു. അദ്ദേഹത്തിന് ഏക മകളാണ് ഉള്ളത്. ആമിന എന്നായിരുന്നു ആ കുട്ടിയുടെ പേര്. അതിനന്ന് 6 വയസ്സായിരുന്നു പ്രായം. അപ്പോൾ നമ്മുടെ ശരീഅത്ത് നിയമം അനുസരിച്ചിട്ട് അതിൻ്റെ പാർട്ടീഷൻ വന്നിട്ട്, പിന്തുടർച്ചാ അവകാശം വന്നിട്ട് വേറൊരു രീതിക്കാണ്. അദ്ദേഹത്തിൻ്റെ സുന്നിക്കും ഷിയയ്ക്കും പ്രത്യേകം ഉണ്ട്. അങ്ങനെ ഒരാൾ മരിക്കുമ്പോൾ ആദ്യത്തെ അവകാശം പോകേണ്ടത് ഭാര്യയ്ക്ക്, കുട്ടികൾക്ക്, പിന്നെ അച്ഛനമ്മമാർക്ക്. അത് കഴിഞ്ഞിട്ടാണ് മറ്റുള്ള ബന്ധുക്കൾ ഒക്കെ വരുന്നത്. അവർക്കും ഭാഗങ്ങൾ കിട്ടും. അപ്പോൾ ഇതെന്തായാലും ഈ മൂസയുടെ കാര്യത്തിൽ ഒരു ഭാഗപത്രം നടന്നപ്പോൾ അതിൽ അദ്ദേഹത്തിൻ്റെ അച്ഛനമ്മമാരെ കുറിച്ചിട്ടോ ഭാര്യയെക്കുറിച്ചിട്ടോ ഒരു സംസാരമേ ഇല്ല. ഈ കുട്ടിയും അദ്ദേഹത്തിൻ്റെ മരണപ്പെട്ട ആളിൻ്റെ 4 സഹോദരിമാരുടെ പേരുമാണ് അതിൽ പറയുന്നത്. അതിൽ ഒരാൾ മറിയം ഭായ്, രണ്ടാമത് ജിംബു ഭായ്, മൂന്നാമത് ഫാത്തുമ്മ ഭായ്, നാലാമതായിട്ട് ഒരു റാബു ഭായ്. ഈ 4 പേരും കൂടി ആണ് ആ ഭാഗപത്രം നടത്തിയത്. പക്ഷേ അതിന് മുമ്പ് എന്ത് സംഭവിച്ചു? ഈ സ്വത്തുക്കളെ സംബന്ധിച്ച് ഈ 4 സഹോദരന്മാരും തമ്മിൽ കേസ് നടന്നു. അപ്പോൾ കേസ് നടന്ന അവസരത്തിൽ അന്ന് അഞ്ചിക്കൈമൽ എന്നാണ് പറയുന്നത് അന്നത്തെ ഡിസ്ട്രിക്ട് കോടതി. അഞ്ചിക്കൈമൽ കോടതിയിൽ നിന്നും ഈ കംപ്ലീറ്റ് വസ്തു എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, ഏകദേശം 1000 ഏക്കറൊക്കെ വരും. ഇത്രയും വസ്തുക്കളുടെ റിസീവറായിട്ട് ഒരാളെ നിയമിക്കും. ആദ്യം ഒരാളെ നിയമിച്ചു, പിന്നെ അദ്ദേഹം മരിച്ചതിന് ശേഷം മറ്റൊരാളെ നിയമിച്ചു. അദ്ദേഹത്തിൻ്റെ പേരാണ് സിദ്ദിഖ് സെട്ടു. അദ്ദേഹമാണ് ഈ കഥയിലെ വില്ലൻ. അപ്പോൾ അദ്ദേഹത്തെ റിസീവറായി നിയമിക്കുകയും കൂടെ തന്നെ ഈ കൊച്ചുകുട്ടിയുടെ ഗാർഡിയനായും നിയമിച്ചു. ഈ നിയമിച്ചു എന്ന് പറയുന്നതല്ലാതെ നിയമിക്കപ്പെട്ടതിന് യാതൊരു രേഖകളും ഇല്ല. അങ്ങനെ ഇരിക്കെ 1947 ഞാൻ ഈ പറഞ്ഞ 4 സ്ത്രീകളും ഈ കൊച്ചുകുട്ടിക്ക് വേണ്ടിയിട്ട് ഈ സിദ്ദിഖ് സെട്ടു എന്ന് പറയുന്ന ആളും കൂടി ചേർന്ന് ഒരു ഭാഗപത്രം നടത്തി. കർക്കിടക മാസം 12-ാം തീയതി 70-ാം നമ്പറായിട്ടാണ് ആ ഭാഗപത്രം രചിക്കപ്പെട്ടത്, അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. അതിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അച്ഛനമ്മമാരെ കുറിച്ചിട്ടോ ഭാര്യയെക്കുറിച്ചിട്ടോ യാതൊരു പരാമർശവും ഇല്ല. ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് പോലും പറയുന്നില്ല. എന്നിട്ട് ഈ ഭാഗപത്രം നടത്തുമ്പോൾ പ്രത്യേക ശ്രദ്ധിക്കേണ്ട കാര്യം, അതിൽ ഒപ്പിട്ടിരിക്കുന്ന ആരും അവരുടെ പ്രസൻസിലല്ല ഒപ്പിട്ടിരിക്കുന്നത്. അവരൊക്കെ ഏജന്റുമാരെ നിയമിച്ച് അവരൊപ്പിട്ടു എന്നാണ് ആ ഭാഗപത്രത്തിൽ പറയുന്നത്. അതിന് പ്രകാരം വന്നിട്ട് ഈ 3 വ്യക്തികൾക്ക് മാത്രമേ ഭാഗം ലഭിക്കുന്നുള്ളൂ. ഈ കുട്ടിക്കും ലഭിക്കുന്നില്ല, മറിയം ഭായ് എന്ന് പറയുന്ന ആ ഒരു സിസ്റ്ററിനും ലഭിക്കുന്നില്ല. അവർ കൊടുക്കുന്നതായി പറയുന്നില്ല. അടുത്തതായിട്ട് റാബു ഭായിക്ക് മറ്റേതോ വഴിക്ക് വസ്തു കിട്ടിക്കഴിഞ്ഞു എന്നും പറയും. അപ്പോൾ ഈ കണക്ക് കിടക്കുന്ന ഈ വസ്തുക്കളെ A-B പട്ടികകളാക്കി. അന്ന് എയും ബിയും അല്ല, ആയും ആ പട്ടികയിലും ആക്കിയിട്ട് 2 പട്ടികയാക്കി 7 ഐറ്റംസ്, 7 സ്ഥലത്ത് കിടക്കുന്ന 100 കണക്കിന് ഏക്കർ വരുന്ന വസ്തുക്കൾ 7ആയിട്ട് ഉള്ള ഐറ്റംസിനെ 4ഉം 3ഉം ആക്കി ഈ ഒരു ജിംബു ഭായിക്കും ഫാത്തുമ ഭായിക്കും ആയിട്ട് ആ ഭാഗപത്രത്തിൽ പാർട്ടീഷൻ ചെയ്ത് കൊടുക്കുകയാണ്.
അപ്പോൾ ഈ പറഞ്ഞ 7 ഐറ്റംസിനും കൂടി അതിൽ 1947 പറഞ്ഞിരിക്കുന്ന വില വെറും 10,000 രൂപ. വെറും 10,000 രൂപ ഇത്രയും വസ്തുവിന്. ഓക്കെ, ഈ കുട്ടിക്ക് എന്തെങ്കിലും കിട്ടിയോ ഇല്ലയെന്ന് ഞാൻ ഇപ്പോഴും തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് 1923 പ്രമാണത്തിലാണ്. ഇന്നലെയാണ് എൻ്റെ കോപ്പി എനിക്ക് കിട്ടിയത്. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ കൂടുതൽ വിശദമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കും. പക്ഷേ ഈ പ്രമാണ പ്രകാരം ആ കുട്ടിക്കൊന്നും കിട്ടിയിട്ടില്ല. അതിനുശേഷം നമ്മൾ വരുന്നത് 1948 48 എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പറഞ്ഞ ജിംബുബായിക്ക് 4 ഐറ്റംസ് കിട്ടിയിരുന്നു. അതിൽ നിന്നും ഒരു ഐറ്റം, അതാണ് ഈ മുനമ്പം, വന്നിട്ട് 404 ഏക്കർ 0.76 ഏക്കർ വന്നിട്ട് ഈ റിസീവറായിരുന്ന സിദ്ദിഖ് സേട്ടുവിന് വിലയ്ക്ക് വിൽക്കുകയാണ്. അപ്പോൾ 1/7 ഭാഗത്തിന് തന്നെ ഉദ്ദേശ്യം അന്ന് വിറ്റത് 5,200 രൂപയ്ക്ക് മാത്രമായിരുന്നു. ഒരു വർഷം മുമ്പ് ടോട്ടൽ വസ്തുവിന് 10,000 രൂപ. അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പോൾ അതിൽ ഒരു ഭാഗത്തിന് വന്നിട്ട് 5,200 രൂപ. അപ്പോൾ ഈ നമ്മുടെ വാഴക്കുല ഡോക്ടർ പറഞ്ഞതുപോലെ ഈ കുട്ടിയുടെ അവകാശം അവിടെ കിടക്കുകയാണ്. കാരണം ഇങ്ങനെയുള്ള കേസുകളിൽ ഈ കുട്ടിയുടെ മൈനറായിരിക്കുന്ന സമയത്ത് തന്നെ പ്രമാണം നടത്തിയാലും അത് കിട്ടുന്ന ആൾക്കാർക്ക് അത് വേണമെങ്കിൽ വിൽക്കാം. പക്ഷേ ഈ കുട്ടി പ്രായപൂർത്തിയായതിനു ശേഷം 3 വർഷത്തിനകം അതിനെന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ, ഞാൻ കുട്ടിയായിരുന്ന സമയത്ത് എനിക്കും കൂടി അവകാശപ്പെട്ടിരുന്ന വസ്തുവിൽ ഭാഗം നടത്തിയപ്പോൾ എനിക്ക് ഒന്നും കിട്ടിയില്ലെന്നോ എനിക്ക് കിട്ടിയത് കുറഞ്ഞു പോയെന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും പരാതിയുള്ള പക്ഷം ആ കുട്ടിക്ക് പിന്നെ മേജറാകുമ്പോൾ 3 വർഷത്തിനകത്ത് പോയിട്ട് കേസ് കൊടുക്കാവുന്നതാണ്. ആ സമയത്ത് ഈ ജിംബുഭായിയെയും കക്ഷിയാക്കാം, ഈ വാങ്ങിയ സിദ്ദിഖ് സേട്ടുവിനെയും കക്ഷിയാക്കാം, അതല്ലെങ്കിൽ സിദ്ദിഖ് സേട്ടു വേറെ ആർക്കും കൊടുത്തെങ്കിൽ അവരെയും കക്ഷിയാക്കാം. അതുകൊണ്ട് ഈ ഡോക്ടർ പറഞ്ഞതുപോലെ അത് അസാധുവാകുന്നില്ല. അസാധു എപ്പോഴാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടി മേജറായതിനു ശേഷം അതിന് പരാതിയുള്ള പക്ഷം കോടതി അത് കണ്ടെത്തിയതിനു ശേഷം മാത്രമേ അത് റദ്ദ് ചെയ്യൂ. അല്ല കുട്ടിയുടെ അവകാശം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് എടുത്തു പിടിച്ച റദ്ദ് ചെയ്യുന്ന പരിപാടി ഇല്ല. അപ്പോ ഈ 1948 ജിംബുഭായി ഇത് സിദ്ദിഖ് സേട്ടു 1950 നവംബർ മാസം 1-ാം തീയതി 2115 ആധാരപ്രകാരം ഇത് ഫറൂഖ് കോളേജിന് കൊടുക്കുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? ഇപ്പോഴേ അത് വഖഫാണോ, ഇഷ്ടദാനമാണോ, വിലയാധാരമാണോ എന്നുള്ളതാണ് തർക്കം. അതെന്തായിരുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം. അപ്പോ ഈ സിദ്ദിഖ് സേട്ടു ഫറൂഖ് കോളേജിന് കൊടുക്കുന്ന സമയത്തും ഈ കുട്ടി മൈനറായിരുന്നു. 1945 6 വയസ്സ്, 47 8 വയസ്സ്, 48 9 വയസ്സ്, പിന്നെ 1950 ആയപ്പോൾ 11 വയസ്സായിരുന്നു ആ ആമിന എന്ന് പറയുന്ന കുട്ടിയുടെ പ്രായം. അതിന് ഈ സിദ്ദിഖ് സേട്ടു ഫറൂഖ് കോളേജിന് കൊടുത്ത വസ്തുവിൽ അവകാശമുണ്ടായിരുന്നു, ക്വസ്റ്റ്യനബിൾ ആയിട്ടുള്ള അവകാശമുണ്ടായിരുന്നു. ആ സമയത്താണ് ഈ സിദ്ദിഖ് സേട്ടു ഇത് കൈമാറ്റം ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ കൈമാറ്റം ഒരു ഇഷ്ടദാനമോ അതല്ല ഒരു വിലയാധാരമോ ആണെങ്കിൽ, തീറാധാരമോ ആണ് എങ്കിൽ കുഴപ്പമില്ല. ഈ കുട്ടി പ്രായമാകുമ്പോൾ ഫറൂഖ് കോളേജിനെ കൂടി കക്ഷി ചേർക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ അവകാശം സംരക്ഷിക്കപ്പെടുന്നു. പക്ഷേ എന്താണ് വഖഫ്? വഖഫ് എന്ന് പറയുന്നത്, അതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു നീഡെന്ന് പറയുന്നത്, ഈ വഖഫ് ഉണ്ടാക്കുന്ന ആളിന് 100% പരിപൂർണ ഉടമസ്ഥാവകാശമുള്ള വസ്തുവിനെ മാത്രമേ വഖഫാക്കാൻ കഴിയൂ. അപ്പൊ നിങ്ങൾ തന്നെ പറയൂ, 1950 നവംബർ മാസം 1-ാം തീയതി ആ പ്രമാണത്തിൽ പറയുന്ന വസ്തുക്കളെ വഖഫാക്കാൻ ഈ സിദ്ദിഖ് സേട്ടിന് വല്ല അവകാശം ഉണ്ടായിരുന്നു? ആക്കാമായിരുന്നു. എപ്പോൾ? ആ കുട്ടിക്ക് 16 വയസ്സ് കഴിഞ്ഞ് 3 വർഷം കൂടി കാത്തിരുന്ന് 19 വയസ്സായതിനു ശേഷം അത് കേസൊന്നും കൊടുത്തിട്ടില്ല എങ്കിൽ മാത്രമേ ഇദ്ദേഹത്തിന് 100% അധികാരം ഉടമസ്ഥാവകാശം വരുന്നുള്ളൂ. അപ്പോ വിവരമുള്ള നമ്മുടെ വാഴക്കുല ഡോക്ടറുടെ നിയമപ്രകാരം, ഞാൻ അദ്ദേഹം പറഞ്ഞു ശരിയാണ്, ഓക്കെ, സംഭവിച്ചു. അപ്പൊ വാഴക്കുല ഡോക്ടറുടെ ഈ നിയമം ഇവിടെ അപ്ലൈ ചെയ്യുകയാണ് എങ്കിൽ 1950 നവംബർ മാസം 1-ാം തീയതി സിദ്ദിഖ് സേട്ടു എഴുതിയ ആധാരം ഒന്നുകിൽ ഇഷ്ടദാനമാകാം, അല്ലെങ്കിൽ വിലയാധാരമാകാം. ഈ അവസരത്തിലാണ് നമ്മൾ
AK ജലീൽ സാറിന്റെ പണ്ട് ഈ 1948 മുതലേ ഫറൂഖ് കോളേജിന്റെ പ്രവർത്തനങ്ങളുമായിട്ടും അവിടുത്തെ അധ്യാപകനായിട്ടും പ്രിൻസിപ്പളായിട്ടും പിന്നെ ഭാവിയിൽ വന്നിട്ട് അദ്ദേഹം വഖഫ് ബോർഡിന്റെ ചെയർമാനായിട്ടും ഒക്കെ വർക്ക് ചെയ്ത അദ്ദേഹത്തിന്റെ ആത്മകഥ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാനിപ്പോൾ തിരിഞ്ഞു നോക്കുകയാണ്. വഖഫ് അല്ലാതെ ഈ ഡോക്ടർ അനിൽ മുഹമ്മദിനെ പോലെ ബബ്ബ അടിക്കുകയല്ല. ഞാൻ തിരിഞ്ഞൊരു ഷെർലോക്ക് ഹോംസിന്റെ കണ്ണാടി ആയിട്ട് നടക്കുകയാണ്. എന്തായിരുന്നു ആ ചരിത്രം എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി. അപ്പോ ഇനി വഖഫ് ബോർഡിനും പറയാൻ പറ്റും, ഒരേ കാര്യം സാധിക്കും. ഒന്നുകിൽ ഇഷ്ടദാനം വഖഫല്ല, അല്ലെങ്കിൽ വിലയാധാരം വഖഫല്ല. AK ജലീൽ സാർ പറഞ്ഞു 1950 1 ലക്ഷം രൂപ കൊടുത്തിട്ട് വാങ്ങിയ വസ്തുവാണ്. ആ പ്രമാണത്തിൽ എഴുതിയിട്ടുണ്ട് 1 ലക്ഷം രൂപ വിലപിടിപ്പുള്ള വസ്തുക്കളാണ്. നിങ്ങൾ ഓർക്കണം, ജസ്റ്റ് 2 വർഷം മുമ്പ് 1948 വെറും 5200 രൂപയ്ക്ക് വാങ്ങിച്ച വസ്തുവിനെയാണ് 1950 ആയപ്പോൾ 1 ലക്ഷം രൂപയ്ക്ക് വിറ്റത്. ഈ സിദ്ദിഖ് ഷെട്ടുവിനെയാണ് ഭയങ്കര പുണ്യവാളനെ ഇവിടെ ഇപ്പോൾ വഖഫ് ബോർഡും അതിന്റെ അനുകൂലികളും നമ്മുടെ ഡോക്ടർ അനിൽ മുഹമ്മദും ഒക്കെ ഭയങ്കര ദാനശീലനായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് നടക്കുന്നു. ആമിന എന്ന് പറയുന്ന കുട്ടിയുടെ അവകാശം ലംഘിച്ച് ആണ് വഖഫ് ഉണ്ടാക്കിയതെന്നാണ് ഇപ്പം വഖഫ് അനുകൂലികൾ വിളിച്ച് പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ വിഷയവുമായിട്ടാണ് മുനമ്പത്തിന്റെ ഭാവി വന്നിട്ട് ഞാൻ ഈ പറഞ്ഞ ഒരു പോയിന്റിനെ കേന്ദ്രീകരിച്ചായിരിക്കും. ഇതൊരു കോടതിക്കും തള്ളിക്കളയാൻ പറ്റും. ഈ സത്യാവസ്ഥ ബോധ്യപ്പെടുത്തുമ്പോൾ ഏത് ട്രിബ്യൂണലിന് പറയാൻ പറ്റും, അതൊന്നും കുഴപ്പമില്ല, ഇത് വഖഫിന് പറയാൻ പറ്റും. പറയട്ടെ, അടുത്ത സ്റ്റെപ്പ് പോകാമല്ലോ, ഹൈക്കോടതി പോകാമല്ലോ, അവിടെയും പറയൂ. എല്ലാവരും മന്ദബുദ്ധികളാണ്, അല്ലല്ലോ. അപ്പോ അനിൽ മുഹമ്മദ്, ഇതൊക്കെയാണ് എൻ്റെ ഹിസ്റ്ററി, എൻ്റെ പാരമ്പര്യം. ഭാവി എന്താണെന്ന് അറിയില്ല. ഞാൻ ഈ ബ്ല അടിക്കാറില്ല. ഞാൻ ഒരു കാര്യം ഈ എൻ്റെ ചാനലിൽ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ അതിന് 100% ഉത്തരവാദിത്വം എനിക്കുണ്ട്. ഓക്കെ, പിന്നെ താങ്കൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ഞാൻ ഒരു നല്ല വെല്ലുവിളി നടത്തുകയാണ്, ഹെൽത്തി വെല്ലുവിളി. അതായത് പബ്ലിക്കായിട്ട് ഏതെങ്കിലും സദസ്സിൽ ഭരണഘടനയും വഖഫ് ആക്ടും വെച്ച് ഒരു ചർച്ചയ്ക്ക് താങ്കൾ തയ്യാറുണ്ടെങ്കിൽ അതിന് എൻ്റെ വെല്ലുവിളി സ്വീകരിക്കുക. അതിനുള്ള ഫോറം ഏതെങ്കിലും TV ചാനൽ വേണമെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ ഏതെങ്കിലും YouTube ചാനൽ വേണമെങ്കിൽ അങ്ങനെ. താങ്കൾക്ക് ധൈര്യമുണ്ടെങ്കിൽ എൻ്റെ ഈ വെല്ലുവിളി സ്വീകരിക്കുക. കാരണം അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ ഒരുപാട് ആൾക്കാരൊക്കെ നമുക്ക് ബോധവൽക്കരിക്കാൻ കഴിയും എന്താണ് ഭരണഘടനയെന്നും അതെങ്ങനെയൊക്കെയാണ് പിന്നെ അതിനെ വഖഫ് ആക്ട് വെല്ലുവിളിക്കുന്നതെന്നും. ഞാനും അതല്ല, ഇത് ഭരണഘടനാ വിരുദ്ധം അല്ല എന്ന് താങ്കളും തർക്കിക്കുമ്പോൾ ഒരുപക്ഷെ അതുകൊണ്ട് നമ്മുടെ ജനങ്ങൾക്ക് ഉപയോഗം വന്നു എന്ന് വരാം. ഒരു കാര്യം ലാസ്റ്റ് പറഞ്ഞു നിർത്തുകയാണ്. താങ്കളുടെ ആ വേ ഓഫ് സ്പീക്കിംഗ് ഉണ്ടല്ലോ, കൺഗ്രാജുലേഷൻസ്, ഐ റിയലി എൻജോയ് ഇറ്റ്. അത് ഞാൻ ചിരിക്കുകയായിരുന്നു കണ്ടിട്ട്. താങ്കൾ എന്നെ കൊണ്ട് ഈ പ്രശംസ കൊണ്ട് അങ്ങ് മൂടിയപ്പോൾ ഞാൻ തന്നെ ചിരിച്ചുപോയി. എന്തായാലും വീണ്ടും കാണാം. ഇതിനൊരു മറുപടി താങ്കൾ തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, എല്ലാവർക്കും സുഖമാണല്ലോ വീട്ടിൽ? താങ്ക് യു.